ഇറാനിലെ ബുഷഹർ പ്രവിശ്യയിലെ ജാം ഗവർണറേറ്റിന് സമീപം വെച്ച് ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റ് വിമാനം ഇറാൻ തകർത്തു. രണ്ടാമത് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വെടിനിർത്തൽ കരാറൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഒരു ദിവസം അടിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാതിരുന്ന ഇറാനുമേൽ രണ്ടാമത് തവണയും മന്ദർ അബ്ബാസിന് സമീപം ആക്രമിച്ചപ്പോഴാണ് ഇറാൻ തിരിച്ചടിച്ചത്. ആ തിരിച്ചടിയിലാണ് ബുഷഹർ പ്രവിശ്യയിലെ ജാം ഗവർണറേറ്റിൽ വെച്ച് അമേരിക്കയുടെ ഒരു വിമാനം തകർന്നത്. തങ്ങൾ തകർത്തുവെന്ന് IRGC അവകാശപ്പെട്ടിട്ടും അമേരിക്ക അത് നിഷേധിച്ചുവെങ്കിലും വിവിധങ്ങളായ മാധ്യമങ്ങളൊക്കെയും ആ തകർത്ത വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക എപ്പോഴും ഈ യുദ്ധത്തിലാകെയും തങ്ങളുടേതൊന്നും തകർന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തിറങ്ങുമ്പോൾ ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഈ യുദ്ധത്തിൽ നഷ്ടമായതെന്ന് ഈ യുദ്ധവകുപ്പ് അടക്കമുള്ള ചിലവുകളായി പുറത്തുവിടുന്ന വാർത്തകൾ മുന്നിലുള്ളപ്പോൾ ഇത് തകർത്തത് തന്നെയാണ് എന്നാണ് വന്നിരിക്കുന്ന വാർത്തകൾ. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പ്രധാനമായും നഷ്ടമായ അമേരിക്കയുടെ വിമാനങ്ങൾ 1F-15E സ്ട്രൈക്ക് ഈഗിൾ ഏപ്രിൽ 3 പടിഞ്ഞാറൻ ഇറാന് മുകളിൽ വെച്ച് ഇറാൻ്റെ മിസൈലേറ്റ് യുദ്ധവിമാനം തകരുകയുണ്ടായി. ഇതിലെ 2 പൈലറ്റുമാരെയും പിന്നീട് കാട്ടിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി അമേരിക്ക. 1A-10 തണ്ടർബോൾട്ട് 2 ഇത് ഈ വിമാനത്തിൽ പൈലറ്റുമാരെ രക്ഷിക്കാനായി കൂടെ വന്നിരുന്ന വിമാനമാണ്. അതും ഇറാൻ തകർത്തിരുന്നു. പിന്നെ അതുകൂടാതെ 2MC-130J ഹെർക്കുലീസ്, 4MH-6 AH-6 സ്പെഷ്യൽ ഓപ്പറേഷൻ ഹെലികോപ്റ്റേഴ്സ്, UH-60 ബ്ലാക്ക് ഹോക്ക്, കൂടാതെ 12ലധികം MQ-9 റീപ്പർ ഡ്രോണുകൾ അടക്കം ഈ യുദ്ധത്തിൽ തകർന്നിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ ഗ്യാപ്പിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇനി തങ്ങൾക്ക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുമാണ് പറയപ്പെടുന്നത്. അതിന് ചൈനയുടെയും കൊറിയയുടെയും സഹായം ഇറാന് കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഒരു വിമാനം തിരിച്ചടിച്ചും അതുപോലെ തന്നെ US ബേസിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയുമാണ് ഇറാൻ തിരിച്ചടിച്ചിട്ടുള്ളത്. ഒരു വശത്ത് ആക്രമണം തുടരുമ്പോഴും മറുവശത്ത് സമാധാനത്തിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്, വേഗത്തിൽ ഒപ്പിടും എന്ന് പറയുന്ന വാർത്തയാണ് കേൾക്കുന്നത്. എന്തൊപ്പിട്ടാലും ഇവന്മാരുടെ ഒരു സന്ധിക്കും ഒരു കരാറിനും ഒരു നീതിയും ഉണ്ടാകില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.